ഏറ്റവും ഫോമിലുള്ള കളിക്കാരെയാണ് കളിപ്പിക്കേണ്ടത്, ഏറ്റവും മികച്ച കളിക്കാരെയാണ് കളിപ്പിക്കേണ്ടത്. ഇഫ് ദേ ആർ ഔട്ട് ഓഫ് ഫോം അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ കളിക്കാനായിട്ട് കേൾക്കില്ലെങ്കിൽ അവരെ മാറ്റി നിർത്തി തന്നെ വേണ്ടി വരും. ബാക്കി പഴയ ആൾക്കാർ വന്നാൽ സഞ്ജുവിന് ടീമിന് സ്ഥാനം കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. ബട്ട് ഐ ഫീൽ ഹി ഷുഡ് ബി ദർ. 2 വർഷം മുമ്പ് CSK തോപ്പിച്ച സെമിയിൽ എത്തിയപ്പോൾ വിചാരിച്ചു ഇത് RCBയുടെ വർഷം വിചാരിച്ചു. പക്ഷേ സെമി പോയിട്ട് അവർ കലോടച്ചു. ഈ ഒരു സ്റ്റേഡിയം ഒരു പ്രശ്നമാണ്. ഈ അന്താരാഷ്ട്ര കളിക്കാർ അല്ലെങ്കിൽ ഈ ലെവലിൽ കളിക്കുന്ന സ്റ്റേഡിയം ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു മോശം പണിക്കാരൻ തൻ്റെ ടൂൾസ് അല്ലെങ്കിൽ തൻ്റെ സാമഗ്രികളെ കുറ്റം പറയുന്ന പോലെയല്ലേ. കോഹ്ലി അവർക്ക് മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ഇത് മുഴുവൻ ഉടച്ചു വാർത്ത പുതിയ കളിക്കാരെ കൊണ്ടുവന്ന് ചിലപ്പോൾ ജയിച്ചു പോയിക്കോരും. ബൗളർമാർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ബോൾ 6 അടിക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു ബൗളർമാർക്കുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ കുറഞ്ഞു പോകല്ലേ ചെയ്യുന്നത്. സോ ദർ ഷുഡ് ബി ഈവൻ ഫൈറ്റ്. ഇറ്റ് ഈസ് ഹെവിലി ലോഡഡ് അഗെയിൻസ്റ്റ് ദ ബോളേഴ്സ്. കാരണം ഇത് ബാറ്റ്സ്മാർക്ക് വേണ്ടിയുള്ള കളിയാണ്. സിക്സർ കാണാനായിട്ട് രസമാണ്, പക്ഷേ സിക്സർ മാത്രമായി കഴിഞ്ഞാൽ ഇത് വ്യത്യാസമായിരുന്നു. ഒരു കളിയുടെ മൊത്തത്തിലുള്ളൊരു ഇതിനു വേണ്ടി സിംഗിൾസും 2സും 4സും 6സും എല്ലാം വരണം. നമ്മൾ വേൾഡ് കപ്പ് ഫൈനലിൽ വിരാട് കോഹ്ലി ഒരു ഇന്നിങ്സ് കണ്ടാണ് ഇല്ലേ. നമുക്കൊരു നല്ല ടോട്ടൽ എത്തുന്നതിന് ഒരു ബാറ്റ്സ്മാൻ അവിടെ നിൽക്കുന്നു. സൂര്യകുമാറിൻ്റെ കളി മാത്രമല്ല, എൻ്റെ തോട്ട് പ്രോസസ്, പുള്ളിയുടെ ബ്രെയിൻ തന്നെ അങ്ങോട്ട് മാറ്റി ഒരു T20 ബ്രെയിൻ എടുത്ത് വെക്കുകയാണ് ചെയ്തത്. റഹാനെ നമ്മൾ കാണുന്ന ഒരു ഡോർ ഡിഫൻസീവ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസിക് ബോംബെ ടെക്നിക്കിൽ വന്ന പ്ലെയറാണ്. പക്ഷേ റഹാനെ ഇവിടെ വന്നിട്ട് മാറ്റി ഓപ്പണിംഗ് ബാറ്റർ ഇറക്കി ഫ്രീ സ്കോറിംഗ് ഇതായിട്ട് വന്നു. ആ ഒരു ലക്നൗ സൂപ്പർ ജയൻസും അവിടുത്തെ അറ്റ്മോസ്ഫിയറും പിന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ കൂടെ വന്നപ്പോൾ രാഹുൽ ഒന്ന് പതുക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രാഹുൽ ഇപ്പം ഇന്ത്യയിലുള്ള ബാറ്റ്സ്മാൻ ഏറ്റവും കഴിവുള്ള ബാറ്റ്സ്മാൻമാരിൽ ഒന്നാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റിങ്കു സിംഗ് സ്കോർ ചെയ്യുന്നില്ല, പക്ഷെ ഒരു മാച്ച് സിറ്റുവേഷൻ വരികയാണ്, 20 റൺസ് ഫൈനൽ ഓവർ വരികയാണ്. ഇന്നും റിങ്കു സിംഗ് ഇസ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി. ഇമ്രാൻ മാലിക്കിന്റെ പൊട്ടൻഷ്യൽ ഭയങ്കരമാണ്. അത് പൊട്ടൻഷ്യൽ പെർഫോമൻസ് ആയിട്ട് മാറ്റാൻ സാധിക്കും. RCBനെ നമ്മളെപ്പോഴും പറയുമ്പോൾ പൊതുവേ നമ്മൾ ബ്ലെയിം ചെയ്യുന്ന ഒരു ഫാക്ടർ ആ സ്റ്റേഡിയം തന്നെ. കാരണം എങ്ങനെ വന്നാലും ബോളേഴ്സ് റൺസ് ലീക്ക് ചെയ്യുന്ന ഒരു സ്റ്റേഡിയമാണ് താരതമ്യേന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേഡിയങ്ങളൊന്ന്. പക്ഷെ RCB പറഞ്ഞ പോലെ ഈ എവേ ഗെയിംസും ജയിക്കണമല്ലോ നമ്മൾ കപ്പടിക്കണമെങ്കിൽ. RCB എങ്ങനെയായിരിക്കും പൊതുവെ അവരുടെ തന്നെ ഒരു പ്രശ്നമാണ് ഈ സ്റ്റേഡിയം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓവർകം ചെയ്യുന്നത് ഈ ഒരു സ്റ്റേഡിയം ഒരു പ്രശ്നമാണ്. ഈ അന്താരാഷ്ട്ര കളിക്കാർ അല്ലെങ്കിൽ ഈ ലെവലിൽ കളിക്കുന്ന സ്റ്റേഡിയം ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു മോശം പണിക്കാരൻ തൻ്റെ ടൂൾസ് അല്ലെങ്കിൽ തൻ്റെ സാമഗ്രികളെ കുറ്റം പറയുന്ന പോലെയല്ലേ. RCBക്ക് ക്രിക്കറ്റിൽ ലക്ക് ഒരു ഫാക്ടറാണ്. പലപ്പോഴും ക്രിട്ടിക്കൽ സമയത്ത് RCBക്ക് നഷ്ടപ്പെടാറുണ്ട്. 2 വർഷം മുമ്പ് CSK തോപ്പിച്ച സെമിയിൽ എത്തിയപ്പോൾ വിചാരിച്ചു ഇത് RCBയുടെ വർഷം വിചാരിച്ചു. പക്ഷേ സെമി പോയിട്ട് അവർ കലോടച്ചു. അപ്പോൾ ഈ ഒരു കളി ജയിക്കണമെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ സമയത്ത് പെർഫോമൻസ് കൂട്ടാൻ പറ്റണം. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ പാനിക് അറ്റാക്ക് വരാതെ നോക്കണം. സൗത്ത് ആഫ്രിക്ക ഇന്ത്യയും തമ്മിലുള്ള ഫൈനലിൽ അവർ കളി ജയിച്ച കളിയായിരുന്നു. അപ്പോഴാണ് ഒരു ഓവർ ടൈറ്റായി പോയി ക്ലാസ്സിന് ഒരു മോസ്റ്റർ ഷോട്ട് അടിച്ച് വിക്കറ്റ് കൊടുത്തത്. അപ്പോൾ ഈ ചോക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ RCBയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയെങ്കിലും ജയിക്കാത്ത ടീമുകൾ വേറെ ഉണ്ട് IPL. പക്ഷെ RCB എല്ലാവരും ആ ഒരു പ്രത്യേകിച്ച് ഈ വന്ന ഒരു ഗ്ലാമറും എല്ലാം ഇത് വെച്ചിട്ടായിരിക്കും, മല്ലയ്യൊരു ഒരു പഴയ ഓവർഹാങ്ങും ഉണ്ടാവുമായിരിക്കും. ആ ഒരു ഇതുള്ളതുകൊണ്ട് RCBക്ക് ആ ഒരു ചട്ടക്കൂടിയിൽ നിന്ന് ഒരു ചോക്കിങ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. എൻ്റെ ഇതിലൊരു സ്റ്റേഡിയത്തിനെക്കാട്ടിലും കൂടുതൽ ആ ടീമിൻ്റെ ഒരു ഓവറോൾ ടെൻഡൻസി ടു ആ ഒരു ക്രിട്ടിക്കൽ മൂവ്മെന്റിലെ പെർഫോമൻസ് ലെവൽ സെലിബ്രേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. പിന്നെ പറഞ്ഞ ഓപ്ഷൻ ടേബിളും ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവുമല്ലോ. കാരണം പല ടീമുകളും മിസ് ഔട്ട് ആയിട്ടുള്ള ചില സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. പക്ഷെ എന്നാലും RCB മിസ് ഔട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അത് ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ ചഹൽ, സിറാജിന് ആക്ച്വലി ടീം ഉണ്ടായിരുന്നു, വിൽ ജാക്സൺ അവർ ടീം യൂസ് ചെയ്തില്ല. ഇതൊക്കെ ഈ പറഞ്ഞ ഇതിന് പിന്നെ ഒരു ഫാക്ടറായിട്ട് മാറുമോ? അയക്കാം. കാരണം ഓപ്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെപ്പോഴും നോക്കുമ്പോൾ കാരണം നമുക്ക് വേണ്ടൊരു കോമ്പസിഷൻ സൈഡിന് കിട്ടാനായിട്ട് ഓപ്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ട് ഇവരിത് ഉപയോഗിച്ചില്ല? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതൊരു ബ്ലേറ്റൻ്റ് ആയിട്ട്, പക്ഷേ അവരുടെ ടീം കോമ്പസിഷന് ഈ പ്ലെയർ വേണ്ടാന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. അതായിരിക്കും ഒരു കാരണം. അതിപ്പോൾ നമുക്ക് വേറൊരു ഇതും പറയാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ നോർമൽ ഇതിൽ സിറാജ് വന്നത് തന്നെ ഇതുവഴിയല്ലേ. സിറാജ് വന്നത് ഈ ടൂർണമെൻറ്റ് വഴിയാണ്. നല്ല പെർഫോമൻസ് ഉള്ള പ്ലെയറാണ് ആൻഡ് ഈസ് ഓൾവേസ് ആൻ അസെറ്റ്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു. പക്ഷേ അവരുടെ ടീം കോമ്പസിഷനിൽ ഇറ്റ് മേ നോട്ട് ഹാവ് ഫിറ്റഡ് ദ ബിൽ. ആൻഡ് മേ ബി ഇവർക്ക് കോഹ്ലി അവർക്ക് മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ഇത് മുഴുവൻ ഉടച്ചു വാർത്ത പുതിയ കളിക്കാരെ കൊണ്ടുവന്ന് ചിലപ്പോൾ ജയിച്ചു പോയിക്കോരും. ഈ പറഞ്ഞ വഴി അവരുടെ ആ ലെഗസി മാറ്റാനായിട്ട് ജയിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ആ മാനസിക ചട്ടക്കൂടി നിന്ന് പുറത്തു വരാനായിട്ട് അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനുള്ളൊരു ഇൻസ്പിറേഷൻ എവിടെന്നെങ്കിലും വരേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഒരു ട്രെൻഡായിരുന്നു ഹൈ സ്കോറിങ് ഗെയിംസ്. ഇപ്പോൾ 2024 വരെ 263 ആയിരുന്നു ഹയസ്റ്റ് ടോട്ടൽ. അതൊരു 10 വർഷമായിട്ടുണ്ടായിരുന്നു. 250 പോലും അങ്ങനെ ആരും അടിച്ചിട്ടില്ല. പക്ഷെ കഴിഞ്ഞ കൊല്ലം റിപ്പീറ്റഡ്ലി
220 അല്ലെങ്കിൽ നേരത്തെ ഒരു 190+ വിന്നിംഗ് ടോട്ടലായിരുന്നെങ്കിൽ ഇപ്പോൾ 190 ഒക്കെ ഈസിലി ചേസബിൾ ആണ്. ഈ കൊല്ലം ആ ട്രെൻഡ് തന്നെ വീണ്ടും ഉണ്ടാവും, കുറച്ചുകൂടെ ഫ്ലാറ്റ് വിക്കറ്റ്സ്. ഇതിൽ എന്താണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെർലി ലോ സ്കോറിംഗ് ഗെയിംസിന് സ്ഥാനമില്ല. കാരണം ഒരു 150 താഴെയുള്ള ഗെയിംസ് ഇപ്പോൾ ലോ സ്കോറിംഗ് ഗെയിം 7 റൺ റേറ്റ് ആണെന്ന് ഓർക്കണം. എന്നാലും അത് ലോ സ്കോറിംഗ് റേറ്റ് ആണ് കാരണം. പക്ഷെ ഒരു 10ന്റെ മുകളിൽ ഈസി ആയിട്ട് ചേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദ ബാറ്റ് ഇസ് ടോട്ടലി ഡോമിനേറ്റിംഗ് ദ ബോൾ. അങ്ങനെ വന്നാൽ കളിക്കൊരു രസമില്ല. അപ്പോൾ ഒരു T20 ആകുമ്പോൾ എങ്ങനെയാലും നമ്മളപ്പോൾ ഒരു ബിറ്റ്വീൻ 8 to 10 റൺസ് ആണ് ഒരു ഡിഫിക്കൽട്ട് ചേസ് എന്നുള്ളൊരു ഇത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 10 റൺസ് ഒരു ഇതേ അല്ല, 240 ഒരു ആൾക്കാർ ചേസ് ചെയ്തെടുക്കുന്നു. പിന്നെ അതിലെന്താ ഒരു രസം? കാരണം അപ്പം ബൗളർമാർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ബോൾ 6 അടിക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു ബൗളർമാർക്കുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ കുറഞ്ഞു പോകല്ലേ ചെയ്യുന്നത്. അപ്പോൾ ദർ ഷുഡ് ബി ഈവൻ ഫൈറ്റ്. ഇറ്റ് ഈസ് ഹെവിലി ലോഡഡ് അഗെയിൻസ്റ്റ് ദ ബോളേഴ്സ്. കാരണം ഇത് ബാറ്റ്സ്മാർക്ക് വേണ്ടിയുള്ള കളിയാണ്. ബോളർമാർക്ക് പിടിച്ചേക്കാൻ പ്രയാസമാണ്. ഫീൽഡ് റെസ്ട്രിക്ഷനും ഓവർ റെസ്ട്രിക്ഷനും അതുമാതിരി നിയമങ്ങളും എല്ലാം വെച്ചിട്ട് പിടിച്ചേക്കാൻ പ്രയാസമാണ്. അപ്പോൾ വിക്കറ്റിൻ്റെ ഭാഗത്തും കൂടി കംപ്ലീറ്റ് ബാറ്റ്സ്മാർക്ക് വേണ്ടി ആയിക്കഴിഞ്ഞാൽ കളിയിലുള്ള ഒരു തുലനാവസ്ഥ നഷ്ടപ്പെട്ടു, ആ ഒരു ഇക്വാനിറ്റി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഐ വുഡ് ഓൾവേസ് ഫീൽ ദാറ്റ് ഈ ഒരു 8 to 10 റൺസ് ആണ് ഒരു നല്ലൊരു ഐഡിയൽ ഇത്. അപ്പോൾ ബൗണ്ടറീസ് ഉണ്ടാവണം, സിംഗിൾസും ഉണ്ടാവണം. കാരണം എന്നാലേ ആ ഒരു കളിയിലൊരു ഹരം എപ്പോഴും നിൽക്കുള്ളൂ. ഇപ്പോൾ സിക്സർ കാണാനായിട്ട് രസമാണ്, പക്ഷേ സിക്സർ മാത്രമായി കഴിഞ്ഞാൽ അത് വ്യരസമായിപ്പോൾ ഒരു കളിയുടെ മൊത്തത്തിലുള്ളൊരു ഇതിനു വേണ്ടി സിംഗിൾസും 2സും 4സും 6സും എല്ലാം വരണം. ആ രീതിയിൽ ബൗളേഴ്സിനും കുറച്ച് സപ്പോർട്ട് കിട്ടുന്ന വിക്കറ്റ് വേണം. അപ്പോൾ ഐ വുഡ് ഓൾവേസ് സേ ദാറ്റ് നമ്മളൊരു 40 ഓവർ നോക്കുമ്പോൾ ഒരു 400 റൺസാണ് ഒരു അപ്പർ ലിമിറ്റായിട്ട് കാണുന്നത്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബൗളേഴ്സ് ആർ ഹാവിങ് എ വെരി. ഇപ്പൊ സർ കഴിഞ്ഞ കൊല്ലം ചില ഗ്രൗണ്ടിലെ കളികൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ചെക്ക് പോക്കിലെ, ലക്നൌവിലെ, ബുള്ളൻപൂരിലൊക്കെ. കാരണം കുറച്ചുകൂടെ സ്ലോ സ്കോറിംഗ് ആയിട്ടുള്ള ബോളേഴ്സ് ഗെയിം എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഈ പ്രാവശ്യം അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പറയുന്ന ഒരു ട്രെൻഡ്, ഈ ആങ്കർ ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഇനി T20 ഉണ്ടാവില്ല. ആങ്കർ ചെയ്യാൻ പറ്റില്ല, ഇന്നിങ്സ് വന്ന ഫസ്റ്റ് ബോൾ തന്നെ അടിക്കണം, അങ്ങനത്തെ ഒരു സ്റ്റൈൽ. ശരിക്കും ആ ഒരു ഗെയിം ഓഫ് അപ്രോച്ച് ഇനി മാറും, ആങ്കർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള. ഇപ്പോൾ ഇതിലൊരു ആങ്കർമാൻ റോൾ ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വേൾഡ് കപ്പ് ഫൈനലിൽ വിരാട് കോഹ്ലി ഒരു ഇന്നിങ്സ് കണ്ടാണ് ഇല്ലേ. നമുക്കൊരു നല്ല ടോട്ടൽ എത്തുന്നതിന് ഒരു ബാറ്റ്സ്മാൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ ആ ബാറ്റ്സ്മാൻ അവിടെ നിൽക്കുമ്പോൾ സോൾഡ് ആണെങ്കിൽ മറ്റേ ഇന്ത്യയിൽ നിന്ന് ഇത് ചെയ്യാൻ പറ്റും. ആ ഒരു ബേസിക് സ്ട്രക്ചറിൽ നിന്ന് കളി മാറുന്നില്ല. അത് പക്ഷേ ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ ഇത് ഈസി വിക്കറ്റ് 2 ടീമിനും സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചേക്കും. പക്ഷെ എന്നിരുന്നാൽ കൂടി ഒരു കളിയിൽ നമ്മളൊരു നോർമൽ ഇതെടുക്കുകയാണെങ്കിൽ, വിക്കറ്റുകൾ ബൗളർമാർ എടുക്കുന്നതാണെങ്കിൽ ഒരു ബാറ്റ്സ്മാൻ കൂടുതൽ നേരം ബാറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ മറ്റേ ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾക്ക് ഓപ്പൺ ചെയ്ത് ഇത് കളിക്കാനും പറ്റും, ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു കോൺഫിഡൻസ് നിൽക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഗോ ഔട്ട് ഓഫ് ഫാഷൻ. ഒരു ചില സാഹചര്യങ്ങൾ അത് ആവശ്യമില്ലാതെ വന്നേക്കാം, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഗോ ഔട്ട് ഓഫ് ഫാഷൻ. ഇപ്പം സ്ട്രൈക്ക് റേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നപ്പോൾ KL രാഹുലിനായിരുന്നു. ഭയങ്കര സ്ലോ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നു. ഇപ്പം രാഹുലിൻ്റെ അതേ സിമിലർ ലൈൻസ് ഉള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം മനീഷ് പാണ്ഡെ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് നിന്ന് കളിച്ച് ഇന്നിങ്സിലേക്ക് ചെയ്യുന്നത്. പക്ഷെ അതേസമയം രഹാനെ ആ ഒരു മോഡേൺ T20 ഭയങ്കര അഡാപ്റ്റ് ചെയ്യുന്നത് കണ്ടു. ഈ പ്ലേയേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ അവർ മാറി ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. അത് സൂര്യകുമാർ യാദവ് അല്ലേ എൻ്റെ ഏറ്റവും വലുത്. അത് കളി മുഴുവൻ അങ്ങോട്ട് മാറ്റി ഒരു 360 ഡിഗ്രി പ്ലെയർ ആയിട്ട് T20 വേണ്ടി മാത്രം. ബാക്കിയുള്ളവരൊക്കെ അവരുടെ കളി ഇത്രയ്ക്ക് മാറ്റിയിട്ടില്ല. സൂര്യകുമാറിന്റെ കളി മാത്രമല്ല, എൻ്റെ തോട്ട് പ്രോസസ്, പുള്ളിയുടെ ബ്രെയിൻ തന്നെ അങ്ങോട്ട് മാറ്റി ഒരു T20 ബ്രെയിൻ എടുത്ത് വെക്കുകയാണ് ചെയ്തത്. ആ രീതിയിലൊരു മാറ്റമാണ് കൊണ്ടത്. റഹാനെ സംബന്ധിച്ചിടത്തോളം റഹാനെ നമ്മൾ കാണുന്ന വളരെ ഡോർ ഡിഫെൻസീവ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസിക് ബോംബെ ടെക്നിക്കിൽ വന്ന പ്ലെയറാണ്. പക്ഷേ റഹാനെ ഇവിടെ വന്നിട്ട് മാറ്റി ഓപ്പണിംഗ് ബാറ്ററി ഫ്രീ സ്കോറിങ് ഇതായിട്ട് വന്നു. അപ്പോൾ ഇതൊരു മൈൻഡ് സെറ്റാണ്. കാരണം ഈ ലെവലിലേക്ക് എത്തുന്ന പ്ലെയേഴ്സിൻ്റെ എല്ലാ സ്ട്രോക്സും ഉണ്ട്, അവർക്ക് കളിക്കാനും അറിയാം. അപ്പോൾ ആ ഒരു ഇതിലേക്ക് T20 വരുമ്പോൾ നമ്മൾ ആ ഒരു ഡിഫെൻസീവ് അല്ലെങ്കിൽ ആ ഒരു ഇത് മാറ്റി വെച്ച് കംപ്ലീറ്റ് അറ്റാക്കിംഗ് ഗെയിമിലേക്ക് വരേണ്ടി വരും. അത് എത്രത്തോളം സാധിക്കുന്നുള്ളതാണ്. കാരണം എങ്ങനെയാലും ഹാഫ് ഇസ് ഇൻ ദ മൈൻഡ്. ഏത് കളിയായാലും പെർഫോമൻസ് ഫീൽഡിലാണെങ്കിലും പകുതി മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ്, അതിൽ നിന്നാണ് വരുന്നത്. അത് രഹാനെക്ക് വലിയൊരു പരിധി വരെ സാധിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു തിരിച്ചൊരു ഇപ്പോഴും ടീംസ് എടുക്കുന്നതൊക്കെ അതുകൊണ്ടാണ്, രഹാനെക്ക് സാധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. രാഹുലിനും അത് സാധിക്കും, കാരണം രാഹുൽ അത്രയും കഴിവുള്ള പ്ലെയറാണ്. രാഹുൽ പക്ഷേ രാഹുൽ അതായിരുന്നല്ലോ ഒരു ടൈമിൽ ഭയങ്കര. എനിക്ക് തോന്നുന്നു ആ ഒരു ലക്നൗ സൂപ്പർ ജയൻസും അവിടുത്തെ അറ്റ്മോസ്ഫിയറും പിന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ കൂടെ വന്നപ്പോഴേ രാഹുൽ ഒന്ന് പതുക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മേ ബി ഇഫ് ഹി കംസ്
ഇവിടെ കോച്ചിൻ്റെ റോളും വളരെ പ്രധാനമാണ്. നമ്മളിപ്പോൾ ഒരു കോച്ചിങ് ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ രാഹുൽ യു ഹാവ് ടു ബി ദെയർ എന്ന് പറഞ്ഞൊരു കോച്ച് വിടുകയാണെങ്കിൽ രാഹുൽ ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ചേക്കാം. അപ്പോൾ ആ ഡഗ്ഔട്ടിൽ നിന്ന് സംഭവിക്കുന്നു, കോച്ചിൻ്റെ സ്ട്രാറ്റജി എന്താണ്, ദേ വിൽ ഓൾ ഇൻഫ്ലുവൻസ് ബാറ്റ്സ്മാൻ കൺസേൺ. കാരണം രാഹുൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള ബാറ്റ്സ്മാൻ ഏറ്റവും കഴിവുള്ള ബാറ്റ്സ്മാൻമാരിൽ ഒന്നാണ്. ശരിക്കും ജസ്റ്റ് ഇപ്പോൾ യശസ്വി ജയ്സ്വാൾ ഇപ്പോൾ വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ കോഹ്ലി കഴിഞ്ഞാൽ രാഹുൽ എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനായിട്ട് അത്രയും പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ്. അൺഫോർച്ചുനേറ്റ്ലി എവിടെയും അങ്ങോട്ട് ടെസ്റ്റിലായാലും ശരി, വൺഡേയിലായാലും ശരി, T20-ലായാലും ശരി ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് അധികം വരുന്നില്ല രാഹുലിൻ്റെ ഭാഗത്ത്. അതാണ് അത് എപ്പോഴെങ്കിലും തിരിയുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സഞ്ജു ഇപ്പോൾ പെട്ടെന്ന് വന്ന് ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് മാറി രാഹുലിന് ഇനി അവസരങ്ങളുണ്ട്. ഐ ഫീൽ ദിസ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഷിഫ്റ്റ് ലക്നൗ നിന്ന് മാറി ഡൽഹിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു പുതിയൊരു എൻവയറമെന്റ് എക്കോസ്റ്റ് വരുമ്പോൾ രാഹുൽ വിൽ ബി ഏബിൾ ടു ഗെറ്റ് ടു ഹിസ് ഫുൾ പൊട്ടൻഷ്യൽ. ഇപ്പോൾ ബിഫോർ വി കൺക്ലൂഡ്, കുറച്ച് യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ അഭിഷേക് ശർമ്മ, ജയ്സ്വാൾ, തിലക് വർമ്മ, ഇവർക്കൊക്കെ ഈ IPL ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ടു ദ നെക്സ്റ്റ്. കാരണം ഇനി വരാൻ പോകുന്ന ഒരു T20 വേൾഡ് കപ്പ് ഉണ്ട്. എങ്ങനെയായിരിക്കും ആ ഒരു പ്ലേയേഴ്സ് അവരുടെ മൈൻഡ് സെറ്റ് പ്രിപ്പയർ ചെയ്യുക കുറച്ചുകൂടെ? ഈ ജയ്സ്വാൾ ഓൾറെഡി റീച്ച് ആണല്ലേ. ജയ്സ്വാൾ എന്നുള്ളൊരു പ്ലെയർ ഇപ്പോൾ നമുക്ക് ഈ ഒരു വിരാട് കോഹ്ലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഏറ്റവും എല്ലാ ഫോമാറ്റിലെങ്കിൽ അഡാപ്റ്റ് ചെയ്ത് നന്നായി കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഒരു കട്ടബോധ റെസ്റ്റാണ്. തിലക് വർമ്മ ഇപ്പോൾ നമുക്ക് ഹിയസ് അഗെയിൻ കഴിഞ്ഞ ടൂറിൽ നന്നായി പെർഫോം ചെയ്യുന്നത്. ഐ വുഡ് സേ അതുപോലെ തന്നെ സഞ്ജുവിൻ്റെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബാക്കി പഴയ ആൾക്കാർ വന്നാൽ സഞ്ജുവിന് ടീമിന് സ്ഥാനം കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. ബട്ട് ഐ ഫീൽ ഹി ഷുഡ് ബി ദർ. കാരണം ഈ ഇതിൽ നമ്മൾ പണ്ടൊരു ഇതുണ്ട്, ഈ ഒളിമ്പിക്സിൽ അമേരിക്കൻ ടീം സെലക്ട് ചെയ്യുമ്പോൾ അതിന് ഒളിമ്പിക്സിന് 3 മാസം മുമ്പ് അമേരിക്കയിലെ ട്രയൽസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടുന്നവരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. അതിനു മുമ്പ് എവിടെ റെക്കോർഡ് ഉണ്ടെങ്കിൽ കാര്യമില്ല. കാരണം ഒളിമ്പിക്സ് നടക്കുന്ന ദിവസം അന്നത്തെ ദ ബെസ്റ്റ് പേഴ്സൺ ഓഫ് ദാറ്റ് ഡേ വിൻസ്. അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ട്രയൽ നടക്കുമ്പോൾ ഇഫ് യു ആർ ദ ബെസ്റ്റ് യു ഗോ ഫോർ ദി ഒളിമ്പിക്സ്. അതുമാതിരി തന്നെ ആവണം. കാരണം ഏറ്റവും ഫോമിലുള്ള കളിക്കാരെയാണ് കളിപ്പിക്കേണ്ടത്, ഏറ്റവും മികച്ച കളിക്കാരെയാണ് കളിപ്പിക്കേണ്ടത്. പണ്ട് കളിച്ചവർ എക്സ്പീരിയൻസ് ഉള്ളവർ വേണ്ടെന്നല്ല പറയുന്നത്. അവരെ ഇഫ് ദേ ആർ ഔട്ട് ഓഫ് ഫോം അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ കളിക്കാനായിട്ട് കെൽപ്പിനെ അവരെ മാറ്റി നിർത്തി തന്നെ വേണ്ടി വരും. അതുകൊണ്ട് ഈ പ്ലേയേഴ്സിന് എല്ലാവർക്കും തന്നെ IPL അവരെല്ലാവരും വന്നത് IPL വഴിയാണ്. അവരെല്ലാവരും കഴിവ് തെളിയിച്ച IPL. ഇപ്പോൾ റിങ്കു സിംഗ് എന്ന് പറഞ്ഞൊരു പ്ലെയർ അല്ലേ, ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സൈഡ്. റിങ്കു സിംഗ് ഒരു 2-3 നല്ല ഇന്നിങ്സ് ഇന്നും കൽക്കട്ട റീറ്റെയിൻ ചെയ്തൊരു പ്ലെയറാണ് റിങ്കു സിംഗ്. കോൺഫിഡൻസ് മുഴുവൻ കിട്ടും. റിങ്കു സിംഗിന് ഇന്റർനാഷണൽ ലെവലിൽ അടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വരും. ഇപ്പം 2 ഓവർ 3 ഓവറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റിങ്കു സിംഗ് സ്കോർ ചെയ്യുന്നില്ല. പക്ഷെ ഒരു മാച്ച് സിറ്റുവേഷൻ വരികയാണ്, 20 റൺസ് ഫൈനൽ ഓവർ വരികയാണെങ്കിൽ ഇന്നും റിങ്കു സിംഗ് ഇസ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി. നമുക്ക് ഏറ്റവും ധൈര്യത്തോടെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു അത് അന്താരാഷ്ട്ര ലെവലിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് റിങ്കു സിംഗിന് കഴിവ് തെളിയിക്കാൻ പറ്റാതെ പോകുന്നത്. പക്ഷേ IPL 2 നല്ല നോക്സ് കിട്ടുകയാണെങ്കിൽ റിങ്കൂസ് കോൺഫിഡൻസ് ഇൻക്രീസ്. അപ്പോൾ എപ്പോഴും കൂടുതൽ റൺസ് സ്കോർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ വിക്കറ്റ് എടുക്കുന്നത് ബാറ്റ്സ്മാൻമാർക്കും ബോളർമാർക്കും ആ ഒരു കോൺഫിഡൻസ് ഏത് ലെവലിലായാലും ഏത് ടൂർണമെൻ്റ് ആയാലും ഭയങ്കര ബൂസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് IPL മാതിരി ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ സെർട്ടിൽ ബി ദാറ്റ്. ഇപ്പോൾ കുറച്ച് പ്ലേയേഴ്സ് കൂടെ ഉണ്ടല്ലോ, ഇപ്പോൾ ഉമ്രാൻ മാലിക് അല്ലെങ്കിൽ ദേവദത്ത് പടിക്കൽ, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സിനും ഭയങ്കര ലാസ്റ്റ് ചാൻസ് എന്ന പോലെയാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. കാരണം ദേ വേർ ദ ടാലൻസ്. ഭയങ്കര ഇന്ത്യ മൊത്തം നോക്കിയിരുന്ന ഒരു ടാലന്റ്. അല്ലെങ്കിൽ ഉമ്രാൻ മാലിക്കിനോട് ഇൻസ്ട്രക്ട് ചെയ്യണം, നീ പേസ് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ നോ, ഈ പേസ് കുറച്ച് കഴിഞ്ഞാൽ പുറത്തെവിടെയും പോകാൻ പറ്റില്ല. അപ്പം ആ ടൈപ്പ് ഓഫ് പ്ലേയേഴ്സിനും ഒരു ലാസ്റ്റ് ചാൻസ് തന്നെയായിരിക്കും ഈ ഒരു. ഞാൻ ലാസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല, കാരണം ഐ ഫീൽ ദേ ആർ യങ്. അതുകൊണ്ട് അവർക്ക് ഇനി അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആലോചിക്കും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അൺസോൾഡ് ആയി പോകരുത് അടുത്ത വർഷം. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ കാണുന്നു കഴിഞ്ഞ വർഷം നന്നായി കളിച്ചൊരു പ്ലെയർ ഇപ്രാവശ്യം അൺസോൾഡ് ആയി പോകുന്നത്. അപ്പം ഈ ടാലന്റ് സ്കൗട്ട്സ് ആൾക്കാരെ കൊണ്ടുവരുന്ന മുറയ്ക്ക് ആക്സ് ഹാസ് ടു ഫോളോ ഓൺ സമ്മൺ. അതാകാതെ നോക്കണം. ഉമ്രാൻ മാലിക്കിന്റെ പൊട്ടൻഷ്യൽ ഭയങ്കരമാണ്. ചുമ്മാ അത് പൊട്ടൻഷ്യൽ പെർഫോമൻസ് ആയിട്ട് മാറ്റാൻ സാധിക്കണം. അതിനുള്ള ഏറ്റവും നല്ല വേദി IPL ആണ്. IPL വഴിയാണ് ഉമ്രാൻ വന്നത്. അപ്പോൾ അത് ഒന്നുകൂടി ഉപയോഗിക്കണം. അപ്പോൾ അതിനുവേണ്ടി കീരപ്പായിട്ട് ഫുൾ ഫിറ്റ്നസ് റെജീമിലേക്ക് വന്ന് അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുമാതിരി ദേവദത്ത് പടിക്കൽ ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ ഭാഗ്യം കൊണ്ട് ടെസ്റ്റ് കളിച്ചു. രോഹിത് ശർമ്മ വരുമ്പോൾ അടുത്ത മത്സരം ടീമിന് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഹീസ് ഗെറ്റിംഗ് ഒരു ഫുൾ സീസണാണ് IPL കിട്ടുന്നത്. ഇത്രയും മത്സരങ്ങൾ കിട്ടും. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനാണ്. യു ഷുഡ് സീസ് ദി ഓപ്പർച്യൂണിറ്റി ആൻഡ് സ്കോർ റൺസ്. അങ്ങനെ നിരന്തരം റൺസ് സ്കോർ ചെയ്തുകൊണ്ട് ഇരുന്നാൽ മാത്രമേ അന്താരാഷ്ട്ര ലെവലിലേക്ക് ഒരു സ്മൂത്ത് ട്രാൻസിഷൻ വന്ന് അവിടെയും സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സർ, താങ്ക് യു ഫോർ ദ ടൈം ബീങ്. ഇത്ര നേരം നമ്മളോട് സ്പെൻഡ് ചെയ്ത് കുറച്ച് ക്രിക്കറ്റ് വിഷയം പറഞ്ഞതിൽ. അപ്പോൾ താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.